GK കിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ വിവരങ്ങൾ നൽകാൻ മാത്രമുള്ളതാണ്. മെഡിക്കൽ സംബന്ധമായ ഉപദേശത്തിനോ രോഗനിർണയത്തിനോ വിദഗ്ധരെ സമീപിക്കുക. സ്ത്രീകൾ ദിവസവും മുട്ട കഴിക്കണം. ഈ സൂപ്പർ ഫുഡ് നൽകുന്ന 6 ഗുണങ്ങളെ പറ്റി അറിയാം. സ്ത്രീകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ പല പോഷകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. സ്ത്രീകൾ എന്തിനാണ് ഭക്ഷണത്തിൽ ദിവസവും മുട്ട ഉൾപ്പെടുത്തേണ്ടത് എന്ന് നോക്കാം. ഒന്നാമതായി, കാഴ്ചശക്തി സംരക്ഷിക്കുന്നു. പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ തടയാൻ മുട്ട സഹായിക്കും. ഇതിലെ ലൂട്ടീൻ, സിയാക്സാന്തിൻ എന്നീ ആന്റി ഓക്സിഡന്റുകൾ കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും തിമിരം പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി, മസ്തിഷ്ക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന കോളിൻ എന്ന പോഷകം തലച്ചോറിന്റെയും നാഡീവ്യവസ്ഥയുടെയും പ്രവർത്തനത്തിന് വളരെ പ്രധാനമാണ്. ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും മാനസികാവസ്ഥ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. എല്ലുകളുടെ കരുത്തിന്. 30 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകളിൽ എല്ലുകളുടെ തേയ്മാനവും സാന്ദ്രത കുറയുന്നതും സാധാരണമാണ്. മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഡി, കാൽസ്യം ആഗിരണം ചെയ്യാൻ ശരീരത്തെ സഹായിക്കുന്നു. ഇത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്. ശരീരഭാരം നിയന്ത്രിക്കാൻ. മുട്ടയിൽ ഉയർന്ന അളവിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും ഇടവേളകളിലുള്ള അമിത ഭക്ഷണം ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഇതൊരു മികച്ച തിരഞ്ഞെടുപ്പാണ്. ചർമ്മത്തിനും മുടിക്കുമുള്ള തിളക്കം. ആരോഗ്യമുള്ള ചർമ്മത്തിനും മുടിക്കുമായി സ്ത്രീകൾ പല വഴികൾ തേടാറുണ്ട്. മുട്ടയിലെ ബയോട്ടിൻ, സൾഫർ എന്നിവ മുടി കൊഴിച്ചിൽ തടയാനും ചർമ്മത്തിന് തിളക്കം നൽകാനും സഹായിക്കുന്നു. ഇതിലെ പ്രോട്ടീൻ കോശങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും വളർച്ചയ്ക്കും സഹായിക്കുന്നു. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. മുട്ടയിലെ നല്ല കൊളസ്ട്രോൾ ഹൃദയാരോഗ്യത്തിന് ഗുണകരമാണ്. മിതമായ രീതിയിൽ മുട്ട കഴിക്കുന്നത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുമെന്ന് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ലൈംഗിക ഉത്തേജനം എങ്ങനെ കൂട്ടാം? ആരോഗ്യകരമായ ഭക്ഷണം, വ്യായാമം, പങ്കാളിയോട് തുറന്ന് സംസാരിക്കുക, ഫോർപ്ലേ എന്നിവ സഹായിക്കും. മെനോപോസ് ശേഷം സെക്സ് ആസ്വദിക്കാൻ സാധിക്കുമോ? പ്രായം സെക്സിന് തടസ്സമല്ല. മെനോപോസ് ശേഷം ഹോർമോൺ മാറ്റങ്ങൾ കാരണം ലൈംഗിക താൽപര്യം കുറയുന്നതും സെക്സ് വേദനിപ്പിക്കുന്നതും സാധാരണയാണ്. ഇത് ഈസ്ട്രജൻ, ടെസ്റ്റോസ്റ്റിറോൺ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്. ലൈംഗിക ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ. ആരോഗ്യകരമായ ഡയറ്റ് സെക്സിനടക്കം എല്ലാ കാര്യങ്ങൾക്കും അത്യാവശ്യമാണ്. കാരണം സെക്സിനായി ഉത്തേജനം ലഭിക്കുന്നത് ബ്രെയിനിൽ നിന്നാണ്. പോഷകാഹാരം കഴിക്കുന്നത് ബ്രെയിനെ ഡിപ്രഷൻ, ഉത്കണ്ഠ പോലുള്ള അവസ്ഥകളിൽ നിന്നും സംരക്ഷിക്കും. ഡാർക്ക് ചോക്ലേറ്റ്, അവക്കാഡോ, ഗ്രീൻ ടീ, മത്തങ്ങ വിത്ത്, പോംഗ്രനേറ്റ്, തണ്ണിമത്തൻ എന്നിവയെല്ലാം തന്നെ സെക്സ് ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന ഭക്ഷണങ്ങളാണ്. ശരീരത്തിലെ ടെസ്റ്റോസ്റ്റിറോൺ അളവ് വർദ്ധിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യണം? പോഷക ഗുണമുള്ള ആഹാരക്രമം, പതിവായുള്ള ഭാരോദ്വഹന വ്യായാമം, 7 മുതൽ 8 മണിക്കൂർ നല്ല ഉറക്കം, മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ എന്നിവ അത്യാവശ്യമാണ്. പുകവലിയും മദ്യപാനവും ഒഴിവാക്കൽ, അമിതമായ കൊഴുപ്പും മധുരവുമുള്ള ഭക്ഷണം ഒഴിവാക്കുക. ലൈംഗിക ഉത്തേജനം വർദ്ധിപ്പിക്കാൻ എന്ത് ഭക്ഷണങ്ങൾ കഴിക്കണം? അത്തിപ്പഴം, വാഴപ്പഴം, അവക്കാഡോ എന്നിവ ലിബിഡോ ബൂസ്റ്റിംഗ് ഭക്ഷണങ്ങളാണ്. വെളുത്തുള്ളി എള്ളെണ്ണയിലോ പശുവിൻ നെയ്യിലോ വറുത്ത് കഴിക്കുന്നത് ലിംഗോദാരണത്തിന് നല്ലതാണ്. ലൈംഗികതയുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ്? 1. മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നു. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. നല്ല ഉറക്കം നൽകുന്നു. വേദന സംഹാരിയായി പ്രവർത്തിക്കുന്നു. ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നു. മാനസിക സന്തോഷവും അടുപ്പവും. ലൈംഗിക ബന്ധത്തിൽ ചുംബനം കിട്ടാൻ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ശരീരഭാഗം ഏതാണ്? ഉത്തരം പിൻകഴുത്ത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്?
ഉത്തരം ടി കെ മാധവൻ. കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സമരം ഏതാണ്? ഉത്തരം പുന്നപ്ര വയലാർ പ്രസ്ഥാനം. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരായിരുന്നു? ഉത്തരം മന്നത്ത് പത്മനാഭൻ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം? ഉത്തരം 1936. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? ഉത്തരം വി രാമകൃഷ്ണ റാവു. മുസ്ലിം വിദ്യാഭ്യാസ സൊസൈറ്റി MES സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ PA ഫസൽ ഗഫൂർ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം ഇന്ത്യൻ രാഷ്ട്രപതി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം AO ഹ്യൂം. ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനം ഏതാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം ലോർഡ് മൗണ്ട് ബാറ്റൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം? ഉത്തരം 1885. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. സ്വരാജ് എന്റെ ജന്മാവകാശമാണ് എന്ന മുദ്രാവാക്യം ആരാണ് നൽകിയത്? ഉത്തരം ബാലഗംഗാധര തിലക്. വൈദ്യുത പ്രവാഹത്തിന്റെ യൂണിറ്റ് എന്താണ്? ഉത്തരം ആംപിയർ. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന വാതകം ഏതാണ്? ഉത്തരം നൈട്രസ് ഓക്സൈഡ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് ഏതാണ്? ഉത്തരം ഭാരതരത്ന. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന അക്ഷാംശം ഏതാണ്? ഉത്തരം കർക്കടക വൃശ്ചികം. ഡക്കാൻ പീഠഭൂമിയെയും തീരദേശ സമതലങ്ങളെയും വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ്? ഉത്തരം പശ്ചിമഘട്ടം. താങ്ക്സ് ഫോർ വാച്ചിങ്.